കുറെ ദിവസം ആക്ച്വലി നമ്മൾ ഇഷ്ടത്തിലായതിനു ശേഷം നമ്മൾ ഒരു ദിവസം പോലും അങ്ങനെ കാണാതിരുന്നിട്ടില്ല എന്നല്ല, വിളിക്കാതിരുന്നിട്ടില്ല. പക്ഷെ അന്ന് എയർപോർട്ടിൽ കൂട്ടാൻ പോകുമ്പം അതിനടുത്ത് ഇതുപോലെ മീഡിയാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങള് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങള്. അത് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് കൊടുക്കുമ്പോ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറയണം വേണമെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞു. ആ ഒരു ടൈമിൽ വന്ന ഇതൊന്നും നമ്മൾ ഇന്റർവ്യൂസ് നമ്മൾക്ക് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആവാത്തത് കൊണ്ട് ഒന്നും ആയില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ. എനിക്ക് അമ്മയെന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ലൈഫിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുള്ളത് കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഒരു ചോദ്യം അറിയുള്ളൂ, ഉത്തരം അറിഞ്ഞൂടാ. ഹായ്, ഇറ്റ്സ് മീ ഏഞ്ചൽ രാജ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു ക്യൂട്ട് ഗസ്റ്റ് ആണ്. ആരാ? അമ്മയ നായർ. വെൽക്കം അമ്മയ. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖം, സന്തോഷം. ഓക്കെ. ജിഷിൻ ചേട്ടൻ ഇപ്പൊ ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്നു. അപ്പൊ കുറെ ദിവസത്തിന് ശേഷമാണ് വന്നതിന് ശേഷം കാണുന്നത്. അപ്പൊ കാണുമ്പോ ഉള്ള ഒരു ഫീൽ എങ്ങനെയുണ്ടായിരുന്നു? കുറെ ദിവസം കണ്ടില്ല, മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്? കുറെ ദിവസം ആക്ച്വലി നമ്മൾ ഇഷ്ടത്തിലായതിനു ശേഷം നമ്മൾ ഒരു ദിവസം പോലും അങ്ങനെ കാണാതിരുന്നിട്ടില്ല എന്നല്ല, വിളിക്കാതിരുന്നിട്ടില്ല. ചേട്ടന്റെ വീട്ടിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിന് പോകുമ്പോ നമ്മള് കാണാണ്ടിരിക്കാറുണ്ട്, പക്ഷെ വിളിക്കാണ്ടിരിക്കില്ല. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂറിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വിളിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോ തന്നെ 12 മണിക്കൂർ ഇപ്പൊ നമ്മൾ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 12 കോള് മിനിമം ഉണ്ടാവും. അതിൽ കൂടുതലുള്ളൂ, കുറയത്തില്ല. അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ എനിക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജില്, പിന്നെ പോകെ പതിയെ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നതനുസരിച്ചിട്ട് അത്രയും കോളിന്റെ ആവശ്യം ഇല്ലാണ്ടാവുന്നു. എന്നാലും ഒരു 6-7 ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, ഞാൻ അതെങ്ങനെ ഓവർകം ചെയ്യും, വിളിക്കാതൊക്കെ ഇരിക്കാൻ പറ്റുമോന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എനിക്ക് ഒക്കെ ആയിരുന്നു. കാരണം നമ്മള് ലൈവിൽ ഇങ്ങനെ ആളെ കണ്ടോണ്ടിരിക്കും. മിസ് ചെയ്താൽ ഞാൻ ഓടിപ്പോയി TV വെക്കും, ലൈവ് വെക്കും. അപ്പൊ കാണുന്നോണ്ട് അങ്ങനെ എനിക്ക് ഞാൻ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞു എനിക്ക് ഭയങ്കര മിസ്സിങ്. ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇറങ്ങിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇറങ്ങിയ ഉടനെ ചേട്ടൻ എന്നെ ആദ്യം വിളിച്ചപ്പോ ചേട്ടൻ വിചാരിച്ചു പെട്ടെന്ന് ഇറങ്ങിയോണ്ട് ഞാൻ എന്തെങ്കിലും പറയും എന്ന് വിചാരിച്ചു. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. നിങ്ങൾ വിൻ ചെയ്തതുപോലെ തന്നെയാണ്. കാരണം ആള് അതിന്റെ അകത്ത് മോശമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായില്ല. അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര പോസിറ്റീവായിട്ടാ പുറത്തേക്ക് ഇറങ്ങി. ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടാ ഇറങ്ങിയത്. അത് നമ്മുടെ ഒരു ഇമേജ് ചേട്ടന് നോർമലി വേറെ ആയിരുന്നു. ആ ഇമേജ് മാറി ഒരു പോസിറ്റീവ് ഇമേജിൽ ഇറങ്ങി. നമ്മൾ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇമേജ് മാറ്റാൻ പറ്റില്ലല്ലോ. അതിന് നമുക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ PR-ന്റെ കാര്യങ്ങളൊക്കെ പുറത്ത് നടക്കുന്നുണ്ടായിരുന്നോണ്ടാണ്, ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തർ ഇറങ്ങിയത്. PR-നെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജിഷിൻ ചേട്ടന്റെ PR അമ്മയാണെന്ന് പറയാം. കാരണം ലൈവ് വരുന്നത്, വീഡിയോസ് ചെയ്യുന്നതെല്ലാം അമ്മയ തന്നെയാണ്. അപ്പം നമുക്ക് ഹോപ്പുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിഷിൻ ചേട്ടൻ. ചില വിന്നർ ആവും, കാരണം പുള്ളി ഭയങ്കരമായിട്ട് കണ്ടന്റ്സ് കൊടുക്കുന്നുണ്ട്. അതായത് ഹ്യൂമർ ആണ്, എല്ലാം പോസിറ്റീവ് വേയിലാണ് ചെയ്യുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ആ ഒരു എവിക്ഷൻ അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇതായിരുന്നു. അത് ഞാൻ ചേട്ടനെ എയർപോർട്ടിൽ കൂട്ടാൻ പോകുമ്പം അതിനടുത്ത് ഇതുപോലെ മീഡിയാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങള് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങള്. അത് ഞങ്ങളൊരു എക്സ്ക്ലൂസീവ് കൊടുക്കുമ്പോ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് എന്ന് പറയണം വേണമെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞു. ആ ഒരു ടൈമിൽ വന്ന ഇതൊന്നും നമ്മൾ ഇന്റർവ്യൂസ് നമ്മൾക്ക് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആവാത്തത് കൊണ്ട് ഒന്നും ആയില്ല. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ. അപ്പൊ അതില് PR-ന്റെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തു നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആസ് എ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണർ അങ്ങനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതിലുപരി ഞാനൊരു ആസ് എ പ്രേക്ഷകയായിരുന്നു. ഈ പ്രോഗ്രാമിനെ ഞാൻ സ്റ്റാർട്ടിങ് മുതൽ അങ്ങനെയാണ് കണ്ടിരുന്നതും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ചേട്ടൻ പോസിറ്റീവ് ആയിട്ടാണ് പുറത്തിറങ്ങിയത്. ചേട്ടൻ എന്താ അകത്ത് കൊടുത്തെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട്, കാരണം 24/7 20 hours ഞാൻ ഇത് കാണുമായിരുന്നു. എന്റെ എക്സാം ടൈമിലാണെങ്കിൽ ഞാൻ ഇത് ഓൺ ചെയ്ത് അവിടെ വെച്ചിട്ട് ഇത് കാണാം. എനിക്ക് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇത് കാണണം, ലൈവ് കാണണം, അല്ലാണ്ട് എപ്പിസോഡല്ല. അപ്പൊ ഞാൻ ലൈവ് തന്നെ കാണുമായിരുന്നു. പിന്നെ എന്താ പറയാ, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന ഈ പറഞ്ഞ പോലെ പ്രൊഫഷണലി ഒരാള് ചെയ്യുന്നതും അല്ലാതെ ഒരാൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാൻ കുറെ ഫേക്ക് ഐഡി ഉണ്ടാക്കി എനിക്ക് ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഒരു ഇത് വരുമ്പോ, നെഗറ്റീവ് വരുമ്പോ ഈ ഫേക്ക് ഐഡീസിൽ നിന്ന് പോയി തെറി വിളിക്കാനും ഇതൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ ഐഡിയിൽ നിന്ന് തന്നെ, എന്റെ ഒറിജിനൽ ഐഡിയിൽ നിന്ന് തന്നെ എനിക്ക് റെസ്പോണ്ട് ചെയ്യണം തോന്നിയ സ്ഥലങ്ങളിൽ റെസ്പോണ്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ PR നമ്മള്
പ്രൊഫഷണലി ചെയ്യുന്ന അത്രയും എഫക്ട് വരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പേഴ്സണൽ പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതല്ലേ, അത് ഞാൻ ചെയ്തിരുന്നു നോർമലായിട്ട്. പിന്നെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ടൊക്കെ ചെയ്തിരുന്നു. ചേട്ടന്റെ പേരിൽ ഒരു ആർമി പേജ് തുടങ്ങിയിരുന്നു. അതിൽ ഇടുന്ന വീഡിയോസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ കറക്റ്റ് ഒരു മാസം ചേട്ടൻ അതിൻ്റെ അകത്ത് ഒരു എന്ന് വെച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇല്ല. ചേട്ടൻ അതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ജെന്യൂൻ ആയിട്ട് നിന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതായത് ബിഗ് ബോസില് ജെന്യൂൻ ആയിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ പുള്ളി ജെന്യൂൻ ആയിരുന്നു, അതായത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടാണ് നിന്നിരുന്നത്. അതെ, ചേട്ടൻ അങ്ങനെയാണ്. എന്താണോ വീട്ടില് അത് തന്നെ അവിടെ. ചേട്ടൻ ഇത്തിരി ദേഷ്യമുണ്ട്, ദേഷ്യക്കാരനാണ്. ഞങ്ങള് എന്താ പറയാ, റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതിപ്പോ മെഡിറ്റേഷൻ ചെയ്ത് ഒത്തിരി കുറഞ്ഞു. എനിക്ക് എന്താ തോന്നാറുണ്ട്, ചേട്ടൻ ഒരുപാട് മാറി. ദൈവം, ഞാൻ ഇത്രയും ഞാൻ ഒരാളെ പുലി പോലെ നടന്ന ഒരാളിനെ ഇങ്ങനെ ആക്കിയോ എന്ന് എനിക്ക് ചില സമയത്ത് ഒരു വിഷമം തോന്നും. അത് മെഡിറ്റേഷന്റെ പവറാണ് കേട്ടോ ആ ദേഷ്യം കുറഞ്ഞത്. ഇപ്പം ഞാൻ വേറെ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ജിഷിൻ ചേട്ടന് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മയെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അത് മാറിയതെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് അമ്മയെ വന്നിട്ട് ഉണ്ടായിട്ടുള്ളത്? ഞാൻ ആക്ച്വലി ചേഞ്ച് ചെയ്യാനായിട്ടൊന്നും ചെയ്തില്ല. കാരണം നമുക്ക് ലോകത്ത് ആർക്കും ആരെയും നിർബന്ധിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പൊ എനിക്ക് നിന്നെ നിർബന്ധിച്ച് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യത്തിന് വേണ്ടി പ്രഷർ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ടായിരിക്കും, നീ അതിന് ഇൻട്രസ്റ്റ് കാണിക്കില്ല. നിന്റെ ഇഷ്ടങ്ങളെ ഞാൻ മാറ്റാൻ പറയുന്നേ. അപ്പൊ നീ ഡെഫിനറ്റ്ലി എന്നോട് അടുക്കില്ല. നീ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എന്റെ അടുത്ത് പെരുമാറണം എന്ന് ഞാൻ നിനക്ക് പെരുമാറി കാണിച്ചു തരും. അങ്ങനെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തിരുന്നത്. എന്റെ അടുത്ത് സ്നേഹത്തിൽ മാത്രം സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ ചേട്ടൻ്റെ അടുത്ത് സ്നേഹത്തിൽ മാത്രം സംസാരിക്കും. ദേഷ്യം വരുമ്പോഴും ദേഷ്യം മാറ്റി പെട്ടെന്ന് കാമാവും, പെട്ടെന്ന് വിഷയം സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഓരോരുത്തർക്കും ഓരോ പാറ്റേൺ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളൊരു ഗോദ്രേജിന്റെ AC വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് വേൾപൂളിന്റെ റിമോട്ട് ഇട്ട് കൺട്രോൾ ചെയ്ത് അത് സെറ്റ് ആവില്ല. അതിന് അതിന്റെ റിമോട്ട് തന്നെ വേണ്ടേ? അപ്പം ഞാനിത് കുറെ വായിച്ച് പഠിക്കണമെന്ന് കേട്ടേക്കുന്നതാണ്. ഒരാൾക്ക് അവരുടെ ഒരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവരുടെ പാറ്റേണിൽ നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അവരിൽ ചേഞ്ചസ് വരുത്താൻ നമ്മൾ നോക്കണം. അതാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്തത്. എനിക്ക് ഈസി ആയിട്ട് അത് പറ്റി. അതൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അത് മനസ്സിലാകുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഗ്രാസ്പായി പുറത്തേക്ക് വന്നു അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ. അത്യാവശ്യം സൈബർ ബുള്ളിങ് നല്ല രീതിക്ക് കിട്ടിയിട്ടുള്ള ഒരാളാണ് അമ്മയ. അപ്പം ഈ നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന കമന്റോളികളോട് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് കമന്റ് ആക്ച്വലി ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. ആ ഒരു പ്രഷറും ഫ്രസ്ട്രേഷനും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഭയങ്കര വീക്കായിരുന്നു ആക്ച്വലി. ചേട്ടൻ നേരെ തിരിച്ചായിരുന്നു. എന്നുവെച്ചാൽ പുള്ളിക്ക് നെഗറ്റീവ്സ് ഒന്നും ആര് പറഞ്ഞാൽ പുള്ളി മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്നെ നെഗറ്റീവ് പറയാനായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്നെ നെഗറ്റീവ് പറയേണ്ട കാര്യം ഇല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ആദ്യമൊക്കെ ഞാൻ അതിൽ ഭയങ്കര ബോധേഡായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല. കാരണം കാരണം ഞാനും പുള്ളി കുറെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ചേട്ടന്റെ കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട്, എന്റെ കുറെ ചേട്ടന് കൊടുത്തു. അപ്പൊ ഇപ്പൊ ഞാനും അതില് ആൾക്കാരെ നെഗറ്റീവ് പറയാണ്. എനിക്ക് ചിലത് മനസ്സിലായത് ലൈഫിലൊന്നും ഇവര് പറയും. അതായത് ശരി എന്താണെന്ന് അറിഞ്ഞിട്ടും പറയുന്നവര് കുറച്ചുപേര് കണ്ടു ഞാനതില്. അപ്പൊ പിന്നെ നമ്മള് ഒന്നും അറിയാതെ പറയണവരെ എന്തു പറയാനാ തിരിച്ച് പറഞ്ഞോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റായി. പിന്നെ ചില സമയത്ത് ഞാനിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് ചൊറിഞ്ഞ് കമന്റ് ഇടുമ്പോ ഞാൻ ഇന്നെന്തായാലും ഫ്രീ ആണ് എന്നാ പിന്നെ ചൊറിയാന്നോട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയി മാന്തും. പിന്നെ അവിടെ ഭയങ്കര എന്താ പറയാ, നേരത്തെ പറഞ്ഞുള്ള അടിനാശം വെള്ളപ്പൊക്കമായിരിക്കും. ഈ കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആരൊക്കെയോ നിങ്ങളെ സംഖ്യകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിഷൻ ചേട്ടനെ അതിപ്പോ റീസെന്റ് കൂടെ ഞാൻ 2 ദിവസം മുമ്പ് അമ്മിണീനെ ഞങ്ങളുടെ പെറ്റിനെ ഹോസ്റ്റലിലാക്കാൻ പോയപ്പോ അവിടെ വെച്ച ഒരാളെ കണ്ടപ്പോ അയാൾ എന്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കണമെന്നൊന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ജിഷൻ ചേട്ടൻ ഫുഡ് ഇങ്ങനെ അനുമോൾ ഉണ്ടാക്കിയത് കഴിച്ചില്ലല്ലോ. അത് അങ്ങനെ ഒരു കമന്റും ഞാൻ കണ്ടു. ആൾക്കാർ അതിനെയൊക്കെ വളച്ചൊടിക്കുന്നു. ജിഷാണ് സംഗി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ട് സംഗി? വെജിറ്റേറിയൻ പ്യുവർ വെജ് ആയിട്ടുള്ള ആൾക്കാരെ സംഗി എന്ന് പറയുന്നു. അതുപോലെ പുള്ളി മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് പുള്ളിനെ സംഗി എന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്യുന്നവർ സംഗികളാണെന്നാണ് ഇപ്പൊ മനസ്സിലായോ? അമ്പലത്തിൽ പോവുകയും തൊഴുകയും ചെയ്യുന്നവർ സംഗികളാണ്. അത് നമ്മളിതൊക്കെ ചെയ്യും. അത് സംഖ്യയാണെങ്കിൽ സംഖ്യയാണ്. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. അത് സംഗീസമാണെങ്കിൽ ഞങ്ങൾ സംഖ്യകളാണെന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയാണ്.
പിന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടത്, അത് ഞാനൊരു കമന്റിലും കണ്ടു, ഈ ആള് ചോദിച്ചതായിരുന്നു, അനുമോൾക്ക് പീരീഡ്സ് ആയിരുന്നത് കൊണ്ട് അനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം ജിഷാൻ കഴിക്കാത്തതാണോ എന്ന്. പക്ഷെ ഇതിന്റെ ഒക്കെ വാസ്തവം മനസ്സിലാക്കിയ ഏതോ ഒരാള്, അയാൾ ആരാന്ന് എനിക്കറിയില്ല, അയാൾ ആരാണെങ്കിലും ഇതിൽ കമന്റ് ഇടുക ഈ ഇന്റർവ്യൂ ഉണ്ടാടിയില്, അയാള് അനുമോൾ ഉണ്ടാക്കി വെച്ച ആ പയറ് കറി ഇങ്ങനെ അത് ക്ലോസ് പോയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ്. അതിന്റെ ആ ഒരു ഷോട്ട് എടുത്തിട്ട് ജിഷ്ണയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട്, മീൻസ് അതിന്റെ ഉള്ളില ബിഗ് ബോസിലൊരു ഇതും വെച്ചിട്ട് അയാൾ അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതില് കുറച്ച് തേങ്ങയും ശർക്കരയും ചേർത്തെങ്കിൽ പായസാക്കായിരുന്നു എന്ന് വെച്ചാ പയറിനെ ഇങ്ങനെ വേഗിച്ചുടച്ചു. ചില ആൾക്കാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെങ്കിലും എന്റെ അമ്മയ്ക്കൊന്നും ചോറ് ഒരുപാട് വെന്തളിയുന്നത് ഇഷ്ടമല്ല, ഒരുവിധം ആർക്കും ഇഷ്ടമല്ല. പയറെന്ന് പറയുമ്പോൾ നമ്മൾ ആ കഴിക്കാനുള്ള പയർ അങ്ങനെ ആയിരിക്കണം, അല്ലാണ്ട് പയറ് കറിക്കാണ് നമ്മൾ കുറച്ച് വേവിക്കുക. തലേ ദിവസം ഇവർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ലൈവിൽ ഞാൻ അത് കണ്ടതാണ്. നാളെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ കുറച്ച് പയറ് കൂടി ഇടാം, നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. പയറ് ഇവള് വേവിച്ച് ഫിസില് എനിക്ക് തോന്നുന്നു അതിന്റെ ഇത് കൂടിയിട്ട് ഇത് വെന്തുടങ്ങി പായസമായിട്ടിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ നോർമലി നമുക്ക് ദേഷ്യം വരും. പക്ഷെ പുള്ളിക്ക് ദേഷ്യം വന്നത് എനിക്ക് തോന്നുന്നു അത് നോൺ വെജ് കുക്ക് ചെയ്ത അതെ, അവർക്ക് അവിടെ പാത്രങ്ങൾ ലെസ് ആയിട്ടല്ലേ ഉള്ളൂ, ഉള്ളതിലല്ലേ അവർക്ക് ചെയ്യണ്ടേ. അപ്പം എനിക്ക് തോന്നണതാണ്, എനിക്ക് അതിനെ കുറിച്ച് അതിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയില്ല, പുറത്തുനിന്ന് കണ്ടപ്പോ ആ നോൺ വെജ് കുക്ക് ചെയ്ത അതെ ഇതിൽ തന്നെയാണ് ഇവര് പയറും കുക്ക് ചെയ്തത്. അപ്പൊ ചിലപ്പോ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഒരു വെജിറ്റേറിയൻ എന്ന് പറയുമ്പോ അവര് ഒൺലി വെജിറ്റേറിയൻ മാത്രമാണ്, ഒരു നോൺ വെജിറ്റേറിയൻ ഓൾവേസ് ഒരു വെജിറ്റേറിയൻ കൂടിയാണ്, ഇല്ലേ? ഈ ഫിഷും ചിക്കനും മാത്രല്ലല്ലോ കഴിക്കുള്ളൂ, ഈ അവിയലും സാമ്പാറൊക്കെ കഴിക്കും. പക്ഷെ അവിയലും സാമ്പാറും മാത്രമേ ഒരു വെജിറ്റേറിയൻ മറ്റതും കൂടി കഴിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി ചില സ്മെല്ല് കാര്യങ്ങള് ഒന്നും പറ്റില്ല. ഇപ്പൊ ഞാൻ നോൺ വെജ് കഴിക്കുന്ന ആളാ, എപ്പോഴും അല്ല, ഇടയ്ക്ക് മാത്രം. എനിക്ക് ചേട്ടൻ തന്നെ വാങ്ങി തരാറുണ്ട്. പക്ഷെ ചില ഫുഡിന്റെ സ്മെല്ല് ചേട്ടന് പറ്റാതാവുമ്പോ ചേട്ടൻ മാറിയിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് വാങ്ങി തരാറുണ്ട്. അവരത് ബിഗ് ബോസിലായാലും അങ്ങനെ പറഞ്ഞതിന് ഒരു ഗെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഏതാ? ഇപ്പം ലാലേട്ടൻ നെക്സ്റ്റ് ഡേ വരും, അപ്പം ഇതിനിടയ്ക്ക് ജിഷിൻ ചേട്ടൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇവരത് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ ഒനിയിലൊക്കെ അവരത് ഗെയിമാക്കി അവരത് കോംപ്രമൈസ് ചെയ്തു. അല്ലെങ്കിൽ അത് ലാലേട്ടൻ വരുന്നവരെയും ജിഷേടൻ വാശി പിടിച്ച വാശിയാ. ഒരു കാര്യത്തിന് ജിഷേടൻ ജെന്യുവിൻ ആയിട്ട് വേണം തോന്നുന്ന ഒരു കാര്യത്തിന്, അതിപ്പോ ഞാനും അങ്ങനെ തന്നെയാ. നമുക്ക് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ മനുഷ്യരും വാശി പിടിച്ച് അതിന്റെ ഏതറ്റം വരെയും പോകും. ജിഷേടൻ മേ ബി അത് ലാലേട്ടൻ വരുന്നവരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് തോന്നിയോണ്ടായിരിക്കാം അവരതിന് മുന്നേ കോംപ്രമൈസ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലുള്ള വളച്ചൊടിക്കലുകൾ, പീരീഡ്സ് ആയ ആള് ഫുഡ് എനിക്ക് പീരീഡ്സ് ആവില്ല, അയാളടുത്ത് ഞാൻ എനിക്ക് പീരീഡ്സ് ഉണ്ടാവില്ലേ, ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കഴിക്കണില്ലേ? പുള്ളിന്റെ അമ്മയ്ക്ക് പീരീഡ്സ് ഉണ്ടാവുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്ന കഴിക്കണില്ലേ? പിന്നെ അനുമോൾക്ക് എന്താ? ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് കേട്ടത് വെച്ചിട്ട് അനുമോൾ അവിടെ ഭയങ്കര വൃത്തിയുള്ള ഒരു കുട്ടിയാന്നാ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, സംഖ്യയാക്കാൻ വേണ്ടി ഓടിക്കുന്നതാ. സംഖ്യ എന്ന് പറയുമ്പം ഇതെല്ലാം എലമെന്റ്സ് വരണ്ടേ. ഒന്ന് വെജിറ്റേറിയൻ, രണ്ട് ഈ ഇത് ചെയ്യുന്നുണ്ട്, എന്താ യോഗ ചെയ്യുന്നുണ്ട്, മൂന്ന് ഇതും കൂടി പീരീഡ്സും കൂടി ഇട്ടാൽ സംഖ്യയാക്കാൻ എളുപ്പമാവും. മനസ്സിലായോ? എലമെന്റ്സ് പറക്കുന്നതാ. മനസ്സിലായി. നെഗറ്റീവ് ആക്കാൻ നോക്കി പറക്കിക്കോട്ടെ, പറക്കിടട്ടെ. ഓക്കെ. അമ്മയുടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ഒരു ജന്മ ഉദ്ദേശം ഉണ്ടാവും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു നോക്കി എന്റെ ജന്മോദ്ദേശം എന്താണ്. പക്ഷെ എനിക്ക് അങ്ങനെ ആലോചിച്ചിട്ട് കിട്ടിയില്ല. നിന്റെ എനിക്ക് കുറെ പഠിക്കാനുണ്ട്. അതെന്താണ്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവർക്കും ചേഞ്ചസ് ആവും നമ്മുടെ ഇഷ്ടങ്ങള്. ഞാൻ ഫോക്കസ് ചെയ്യണം കേട്ടോ. ഞാൻ മറ്റുള്ളവരെയും പഠിക്കാൻ ശ്രമിക്കും, എന്നെയും പഠിക്കാൻ ശ്രമിക്കും. ആ സ്വഭാവം ഈയിടെയായിട്ടാ തുടങ്ങിയത്. നമ്മളെല്ലാരും മറ്റുള്ളവരെ മാത്രം പഠിക്കുക, അവരെ മാത്രം നമ്മളെ പഠിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പലരും ശ്രദ്ധിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടെത്താൻ എല്ലാവർക്കും ഭയങ്കര കഴിവാ. അപ്പൊ ഞാൻ ഈയിടെയായിട്ട് ഞാനൊരാളെ ഹേർട്ട് അല്ലെങ്കിൽ ചേട്ടനെ തന്നെ എന്തെങ്കിലും വഴക്ക് പറയും. അപ്പൊ ചേട്ടനത് ഫീൽ ആയെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ഒന്ന് ആലോചിക്കും, ഞാൻ എന്തിനങ്ങനെ ചെയ്തു, വേറെ ആളെ ഇത് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ നമ്മള് കുട്ടിയായിരിക്കുമ്പോ ഇപ്പൊ എനിക്ക് എയർ ഹോസ്റ്റസ് ആകണമെന്നായിരുന്നു ഇഷ്ടം. കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഹിന്ദി ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എനിക്ക് ഹിന്ദി ടീച്ചർ ആണെന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ ഓരോ തലത്തിലെത്തുമ്പോൾ നമ്മുടെ ഇഷ്ടം തന്നെ മാറുന്നില്ലേ? അപ്പൊ നമ്മളെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ചേഞ്ച് വരുന്നുണ്ട്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളത്.
അതുപോലെ ഏതോ ഒരു ഘട്ടത്തിലാണ് ഞാൻ കുറച്ച് ഡിവൈനിറ്റിനെ എനിക്കിഷ്ടമാണ്, അതിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാനും മീൻസ് വായിക്കാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ അതൊരു ആത്മീയ തലം എന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെയാണ്. അതിന്റെ വേറൊരു വെർഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മള് എല്ലാം നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് തുടങ്ങുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്റെ ഇഷ്ടം എയർ ഹോസ്റ്റസ് ആകണം എന്നായിരുന്നു. ഞാൻ എയർ ഹോസ്റ്റസ് ആയോ? ഇല്ല. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയി. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല. പക്ഷെ ഒരു എയർ ഹോസ്റ്റസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജസ് എനിക്കൊരു ആർട്ടിസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഇല്ലേ? അപ്പൊ എനിക്ക് ഒരു ഭയങ്കര ഒരു ഫാമിലി വൈഫായിട്ട് അങ്ങനെ സെറ്റിൽ ആയി അങ്ങനെ ഒരു ലൈഫ് ഞാൻ പണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ എനിക്ക് അത് കിട്ടിയില്ല. പക്ഷെ ഇപ്പുറത്ത് എനിക്ക് കുറെ ആൾക്കാരുടെ സ്നേഹം കിട്ടുന്നുണ്ട്. ഫാമിലിന്ന് മാത്രല്ല, കുറെ ആൾക്കാർ എന്നെ അറിയുന്നത് കുറെ. അപ്പൊ ഞാൻ വിചാരിച്ചു തുടങ്ങി, ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നതല്ല നടക്കുന്നേ, എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇപ്പുറത്ത് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോ ഇനി ഞാൻ ഇങ്ങനെ അല്ലേ ആകേണ്ടേ? എന്റെ ജന്മ ഉദ്ദേശം വേറെന്തെങ്കിലും ആവാൻ വേണ്ടിയിട്ടാണോ? എന്നിലൂടെ എന്താണ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ശക്തി പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആ ശക്തി ആഗ്രഹിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഞാൻ തോട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അങ്ങനെയൊന്നും വരില്ലായിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കും. എന്റെ തല 24 hours ചിന്തിച്ചോണ്ടിരിക്കുന്ന ഒരു തലയാണ്. ചില സമയത്ത് എനിക്ക് തന്നെ ഇങ്ങനെ എന്നുവെച്ചാ കണക്ട് ചെയ്ത് വന്നിട്ട് ഞാൻ ഇപ്പൊ ഇന്ന് രാത്രി ഇരുന്ന് ചിന്തിച്ച് അത് സ്വപ്നാണോ ഓർമ്മയിലാണോ എന്നൊക്കെ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും. നാളെ ആ കാര്യം നടക്കും. അപ്പൊ ഞാൻ ചേട്ടൻ തോന്നി, ചേട്ടാ ഇത് ഇന്നലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനൊരു കാര്യം. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം റീസെന്റ് ഞാൻ ചേട്ടനെ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഭയങ്കരമായിട്ട് സംസാരിക്കും, അത് വേണം. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര മസ്റ്റാണ് റിലേഷൻഷിപ്സിൽ. അപ്പം ഞാൻ പറഞ്ഞു, ദേഷ്യം വരുമ്പോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചേട്ടൻ വന്ന് ദേഷ്യം വരുമ്പോ ഞാൻ പറയും, എനിക്ക് ദേഷ്യം വരുന്നു, ഇങ്ങനെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ പറയും. അപ്പൊ ചേട്ടൻ വിചാരിക്കണേ ഞാൻ ദേഷ്യപ്പെടാന്നല്ലേ. ഞാൻ അത് മീൻസ് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നീട് കുറെ ടൈം കഴിയുമ്പോ ചേട്ടൻ പറഞ്ഞു, ഞാനും മിണ്ടാ വന്നപ്പോ നീ ദേഷ്യപ്പെടുന്നു, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോ ശരിക്കും എനിക്ക് ദേഷ്യമല്ല വരുന്നത്. സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഫുൾ ഹോർമോൺ ഇൻബാലൻസ്ഡ് ആണ്. എവറി ഡേ ഹോർമോൺ ചേഞ്ചസ് നടക്കുന്ന ഒരു ബോഡിയല്ലേ അവരുടെ. അപ്പം എന്റെ ഉള്ളില് ചിലപ്പോ ഞാൻ വേറെ എന്തോ ചേട്ടൻ ചെയ്തൊരു കാര്യം ഇഷ്ടപ്പെടാതെ അതിന്റെ ഒരു ഇറിറ്റേഷനിൽ ഇരിക്കായിരിക്കും. പക്ഷെ ഞാൻ പൂർത്തിക്ക് കാണിക്കുന്ന ദേഷ്യമായിട്ടായിരിക്കും. ഇതുകൊണ്ടാണ് മഹാകവികളൊക്കെ പറയുന്നത്, പെണ്ണിനെ വായിക്കാൻ കഴിയില്ല, പെണ്ണിനെ പഠിക്കാൻ കഴിയില്ല, പെണ്ണിനെ പഠിക്കാൻ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അവർക്ക് ഉള്ളിൽ ഉള്ളതായിരിക്കില്ല അവർ ചിലപ്പോ പുറത്തേക്ക് കാണിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ചേട്ടൻ അറിയാം, ഇപ്പൊ ഞാൻ പറയും ദേഷ്യം വരുന്നെന്ന് പറയുമ്പോ തന്നെ ചേട്ടൻ പറയും, നിനക്ക് ദേഷ്യം വന്നത് എന്തോ ഇറിറ്റേഷൻ ആയിട്ടില്ല, എന്താ നിനക്ക് ഇറിറ്റേഷൻ ആയ പറ, ഞാൻ ചെയ്ത എന്തോ കാര്യം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അത് പറ, ഇങ്ങനെ. അപ്പൊ നമ്മളിപ്പം ഇപ്പൊ ദേഷ്യപ്പെടേണ്ടി വരുന്നില്ലെന്നേ, അവർക്ക് ചിരി വരും. ഇങ്ങനെ ചേട്ടൻ തിരിച്ചു പറയുമ്പോ എനിക്ക് ചിരി വരും. അതങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? പിള്ളേര് സ്മൂത്ത് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, ഹ്യൂമർ ചേട്ടൻ ഹ്യൂമർ ആയിട്ട് ചോദിക്കുമ്പോ അപ്പൊ തന്നെ എന്റെ എന്താണോ ഇറിറ്റേഷൻ കുറച്ച് കഴിയുമ്പോ ഞാൻ പറയും, അതിന്റെ കാര്യത്തിൽ എനിക്ക് ഇറിറ്റേഷൻ. അത് അവിടെ എക്സാക്ട്ലി ദേഷ്യമല്ല എനിക്ക്, പക്ഷെ നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത് ദേഷ്യമായിട്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും, ചിലപ്പോ സങ്കടമായിരിക്കും. അവിടെ പോയപ്പോ എന്നെ കൂടെ നിർത്തിയില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞായിരിക്കും. പക്ഷെ നമ്മൾ അതിന് കാണിങ്ങനെ വാ പോവാ മതി നിന്നത്, ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. അല്ലേ നമ്മുടെ ഗേൾസിന്റെ തിങ്ങാണിത്, അല്ലേ? എന്നുവെച്ചാൽ നമുക്ക് അവിടെ നിന്ന് മതിയായി വാ പോവാ, എന്താ നമുക്ക് അവിടെ നമുക്കൊരു പരിഗണന തന്നില്ല എന്നുള്ളൊരു ഇതായിരിക്കും ഉള്ളില്. പക്ഷെ നമ്മൾ കാണിക്കണ ദേഷ്യമായിട്ടായിരിക്കും. ഈ നാക്ക് അവരപ്പൊ പഠിക്കും, അപ്പൊ അവർക്ക് നമ്മളെയും നമ്മുടെ റിമോട്ടും കൺട്രോൾ ചെയ്യാൻ എളുപ്പമാവുന്ന എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അവർ പഠിക്കുമെന്ന് തോന്നില്ല, പക്ഷെ ജിഷൻ ചേട്ടൻ പഠിച്ചു. പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചോണ്ടേ ഇരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായിരിക്കുമ്പോ ഉള്ള ആഗ്രഹമല്ല നമ്മൾ വലുതാവുമ്പോ, ഇപ്പൊ ഉള്ളതും ആയിരിക്കില്ല കുറെ ദിവസം കഴിയുമ്പോ. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം ഫസ്റ്റ്, അത് വേണം. അതുപോലെ തന്നെ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരാളാ. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ എളുപ്പമുണ്ടാവണം അവർക്ക്. നിങ്ങൾ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നില്ലേ? അയ്യോ, എന്താ പറയാ, ഇങ്ങനെ വെച്ച പോലത്തെ ക്യാരക്ടർ ആയിരുന്നു. ഒരു രീതിയിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിരുന്നു. അത്രയും കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം കണക്ട് ആയത്. ആയിക്കൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ ഇപ്പോഴും.
ഓരോ കാര്യം നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് പോവാണ്. അപ്പൊ ഓരോന്നും സോൾവ് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ജിഷാനെ പരിചയപ്പെടുമ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, എനിക്ക് ഞാൻ പറയും എന്റെ ഒരു ക്യാരക്ടറിന് പറ്റിയൊരാളെ അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു പാർട്ണർ അങ്ങനെ ആയി മാറി. ഞാൻ ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് പാർട്ട്ണറിനെ കിട്ടില്ല, പക്ഷെ വരുമ്പോ നമ്മൾ അങ്ങനെ ആക്കുക അല്ലെങ്കിൽ അങ്ങനെ ആവുക. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കാതെ എഫേർട്ട് എടുക്കാതെ നമുക്ക് ലൈഫിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലാന്ന് തോന്നി എനിക്ക് മാറ്റിവിടാം. അടുത്തൊരാളെ പോയി കണ്ടെത്തുമ്പോ അയാൾക്കും ഉണ്ടാവും എന്തെങ്കിലും കുഴപ്പങ്ങള്, അതും ഞാൻ ക്ലിയർ ചെയ്യണ്ടേ? അയാളുടെ ക്യാരക്ടറും എന്റെ ക്യാരക്ടർ ആക്കി ടാലി ആക്കി കൊണ്ടുപോകാൻ നമ്മൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവണം. അപ്പോഴേ അത് സക്സസ് ആവുള്ളൂ. ഒരാൾ എഫേർട്ട് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാള് കുറെ എഫേർട്ട് ഇട്ടിട്ട് അങ്ങോട്ട് പോകെ അയാള് ഡെഡായി പോകും. മനസ്സിലായോ? അയാള് ഡൗൺ സ്റ്റേജിലാവും. അയാള് പിന്നീട് അതൊന്ന് എന്താ പറയാ പുറത്തേക്കാവും. അപ്പൊ രണ്ടുപേർക്കൊന്നും എഫേർട്ട് വരുമ്പോ ആ റിലേഷൻഷിപ്പിന് രണ്ടുപേരും റെസ്പെക്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് പരസ്പരം നമ്മൾ എപ്പോഴും, ഞാൻ പറഞ്ഞില്ലേ, നീ എന്റെ തെറ്റ് ഫോക്കസ് ചെയ്യാതെ നീ എന്റെ അടുത്തൊരു കാര്യം കാണിച്ചപ്പോ എനിക്കത് ഇറിറ്റേഷൻ, ദേഷ്യം ചെയ്തു എന്നുണ്ടെങ്കിൽ നീ എന്താണ് കാണിച്ചതെന്ന് നീ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം. നിന്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ മാത്രം മറ്റേ ആളിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ്, ഇന്നതാണ് തെറ്റ് എന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യും. ഈ ഇന്റർവ്യൂ കുറെ പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അതെ, ആകട്ടെ. റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അനിൽ പി സി കുമാർ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോസ് ഉണ്ട്. അയാൾ ഒത്തിരി ഇതിന് ഒരുപാട് ഇത് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ അത് കേൾക്കാറുണ്ട്. എനിക്ക് ആളുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, ആളുടെ പറയുന്ന രീതി ഇഷ്ടമാണ്. എനിക്ക് അതിൽ നിന്ന് ഒരുപാട് ടിപ്സ് കിട്ടാറുണ്ട്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിന് എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം? ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഹെൽത്ത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ മതി. ഹെൽത്തി റിലേഷൻഷിപ്പിന് അതെ, മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ കീ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുമ്പോ അതിന്റെ ഇടയിലേക്ക് സ്പേസ് വരുന്നുണ്ട്. ഈ സ്പേസിലേക്കാണ് പുറത്തുനിന്ന് പലരും തള്ളി കയറുന്നത്. ഇന്നത്തെ കാലത്ത് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവൈലബിലിറ്റീസ് ഉണ്ട്. സോഷ്യൽ മീഡിയ, നിനക്ക് നിന്റെ ഒരു വ്യക്തിത്വം ഉണ്ട്, അത് നിന്റെ കയ്യിലൊരു ഫോണുണ്ട്, അത് വേറൊരു വ്യക്തിത്വമാണെന്ന് ഞാൻ പറയും. അതിലൂടെ നിന്നിലേക്ക് കടക്കാൻ ഇഷ്ടം പോലെ അവൈലബിലിറ്റീസ് ഉണ്ട്. എനിക്കും ഉണ്ട്, ചേട്ടനും ഉണ്ട് ആക്സസ്. അത് മനസ്സിലായോ? പക്ഷെ അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കീ. അതില്ല, നമ്മളടുത്ത് ഒരാള് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ റിലേഷൻ നമുക്ക് വർക്ക്ഔട്ട് ആവില്ല. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പൂട്ടി വെക്കാനുണ്ട്, പൂന്തി വെക്കാനുണ്ട്. പൂട്ടി വെച്ചിരിക്കുന്ന ഒരാളുടെ ഹൃദയമൊക്കെ കുത്തി തുറന്ന് നമ്മൾ അവസാനം അവിടെ നമ്മളില്ലെന്ന് അറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലത് ആ പൂട്ടി വെച്ചിരിക്കാണെന്ന് കാണുമ്പോൾ തന്നെ എല്ലാം ഒഴിവാക്കാം. അതാണ് നല്ലത്. ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞു ഒരാഗ്രഹം ഉണ്ടായിരുന്നു നല്ലൊരു ഫാമിലി, ലൈക്ക് ഒരു വൈഫ് ആവണമെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് സാധാരണ പെൺകുട്ടീന്റെ ആഗ്രഹം. ഓക്കെ, അതെനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയെ ഡിവോഴ്സ് ആയതിനു ശേഷം ഇപ്പൊ സമൂഹം തന്നെ കുറച്ച് കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആയ ഒരാൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, കുറെ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ആ സമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അവരോട് എന്താ പറയാനുള്ളത്? സമൂഹം അടിച്ചേൽപ്പിക്കുന്നതിൽ ഒരു കാര്യം, ഇപ്പം ഞാൻ ചോദിച്ചതിന് ഒരു റീസൺ എന്താന്ന് വെച്ചാൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പൊ അവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും ചിലപ്പോ. അത് ഞാൻ പറഞ്ഞേ, അതിപ്പോ ഞാൻ മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂലും പറഞ്ഞു. എന്റെ ലൈഫിന്റെ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ മൊമെന്റിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ്, ഇനി മുതൽ ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിക്കുള്ളൂ, ഒരാളെ മാത്രമേ അനുസരിക്കുള്ളൂ, ഒരാളെ മാത്രം, അയാളുടെ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ അത് ഞാൻ തന്നെയാണ്. അതൊരു ക്രൂഷ്യൽ മൊമെന്റിൽ എടുത്തതാ. കാരണം വീട്ടിലെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് അവരിനെയൊക്കെ എന്താ പറയാ ഓപ്പോസിറ്റ് ചെയ്ത്, മീൻസ് എന്റെ ഫാമിലി ലൈഫിൽ ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടായപ്പോ അത് ഫാമിലി പറഞ്ഞു, അത് അവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യുന്ന പറയും. ഓഫ് കോഴ്സ് ഫാമിലീസ് നമ്മുടെ കുട്ടിയൊക്കെ ആവുമ്പോ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും പറയാം. അത് എനിക്ക് പറ്റുണ്ടായില്ല. അപ്പൊ ഞാൻ സ്റ്റേൺ ആയിട്ടൊരു തീരുമാനം എടുത്തു. അപ്പൊ അവരെല്ലാരും കുറെ പേര് മീൻസ് എന്താ പറയാ അഹങ്കാരിയാണ്, തന്നിഷ്ടക്കാരിയാണ്, ആർക്കും ചോദിക്കാതെ തീരുമാനം എടുത്തില്ലേ, അങ്ങനെ പറഞ്ഞു. എനിക്ക് പറ്റാത്തൊരു കാര്യത്തിന് എന്റെ മനസ്സമാധാനാണ് എനിക്ക് വലുത്. ഇവരാരല്ലല്ലോ അനുഭവിക്കുന്നത്. ഇവര് കല്യാണം കഴിപ്പിച്ച് തന്നു എങ്കിലും എനിക്കിത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അൾട്ടിമേറ്റ്ലി എപ്പോ തോന്നിയോ അപ്പൊ ഞാൻ
എനിക്ക് മനസ്സിലായി എന്റെ പീസ് ഓഫ് മൈൻഡ് എനിക്ക് വലുതാണ്, അല്ലെങ്കിൽ എനിക്ക് മാനസിക നില തെറ്റിപ്പോവും. സത്യം. ആ സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ തീരുമാനം എടുത്തു. അതിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ആരൊക്കെ തെറിച്ചു പോയാലും എനിക്ക് പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നി. അന്ന് എന്റെ പീസ് ഓഫ് മൈൻഡ് ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് ഗ്രാജുവലി അവർക്ക് ഓക്കെ ആയി. മീൻസ് ഈ ഇങ്ങനെ പറഞ്ഞവർ തന്നെ ആ പറഞ്ഞതിൽ തെറ്റില്ല, അല്ലെങ്കിൽ നമ്മളെ ഫാമിലി നമ്മളെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്തു, അച്ഛൻ അമ്മ എല്ലാരും. പക്ഷെ എന്നാൽ ആ ഒരു ടൈമിൽ അവർ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലായി, അപ്പൊ അത്രയും നാൾ അവർക്ക് വേണ്ടി ജീവിച്ച ഞാൻ ആരായി? ശശിയോ? ഇങ്ങനെ ഞാൻ സ്വയം ചോദിച്ചു, മനസ്സിലായോ? അപ്പൊ ഈവൻ എന്റെ കല്യാണത്തിന് ഞാൻ പറയാറുണ്ട്, എനിക്ക് വെച്ച ഒരു പൊട്ട് പോലും എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ വെച്ചത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് എന്റെ അമ്മയുടെ ഇഷ്ടത്തിനാണ് വാങ്ങിച്ചത്. എനിക്ക് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ മോളെ ഇങ്ങനെ ഒരുക്കണം. എനിക്ക് വെച്ച പൊട്ട്, എന്റെ സാരി, എനിക്കൊരു വയലറ്റ് കളർ സാരി ആയിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടം റെഡ് കളർ സാരി ആയിരുന്നു. ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ല. ഞാൻ അത് അവർക്ക് കൊടുത്തതാ. അവരുടെ ഒരു മീൻസ് അവരുടെ ഒരു ആഗ്രഹം അല്ലേ, അവർക്ക് അതിനു വേണ്ടി നിന്ന് കൊടുത്തു, വളരെ സന്തോഷമായിട്ട് തന്നെ. അതിലൊരു ഫെയിലിയർ ഉണ്ടായപ്പോ അത് ഞാൻ അവർക്ക് പറഞ്ഞപ്പോ അപ്പോഴും അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ മുതൽ ഞാൻ ഡിസ്കണക്ട് ചെയ്തു. വേണമെങ്കിൽ നിന്നോ, പക്ഷെ ഇന്ന് എനിക്ക് എന്റെ പീസ് ഓഫ് മൈൻഡ് ആണ് എനിക്ക് പ്രധാനം. എങ്ങനെ മുമ്പോട്ട് പോകുമെന്നും അറിയില്ല, ജീവിക്കുമെന്നും അറിയില്ല, പക്ഷെ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് എന്റെ ലൈഫ് ചേഞ്ച് ആവാനും തുടങ്ങി. ഞാൻ പിന്നെ പലരും എൻ്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്, ഡിവോഴ്സ് ആയതില് വിഷമം ഉണ്ടായിട്ടുണ്ടോ, ആള് തിരിച്ചു വന്നോ? ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. നന്നായിട്ട് ആലോചിച്ചിട്ട് ആ തീരുമാനം എടുത്തേ. തിരിച്ചു വരുമ്പോ എടുക്കാനാണെങ്കിൽ പിന്നെ ആ തീരുമാനം ആദ്യം എടുക്കണ്ടായിരുന്നല്ലോ, അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. വേണ്ടെന്ന് വെച്ചാൽ വേണ്ടെന്ന് തോന്നിയിട്ട് തന്നെയാ. അതാ അതിപ്പോ പിന്നെ അതുപോലെ കുട്ടികളുടെ ഞാൻ റീസെന്റ് ഞാൻ കണ്ടു, ഇവൾക്ക് കുട്ടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവളുടെ കുട്ടീന്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. സമൂഹത്തിൽ നിന്ന് നമുക്ക് വരുന്ന പ്രശ്നം. ഇപ്പൊ ഞാന് ഈ പറയുന്ന ആൾക്കാരോട്, ഞാനിവിടെ 9 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 2017 മലയാളത്തില് 3 മണി ചെയ്തുകൊണ്ടും അറ്റ് ദ സെയിം ടൈം തമിഴില് ദൈവമകൾ എന്ന് പറഞ്ഞൊരു ഹിറ്റ് സീരിയല് ചെയ്തുകൊണ്ട് 9 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ആരും വിളിച്ച് ഞാൻ ചെയ്യാറില്ല. എനിക്ക് കിട്ടുന്ന, എനിക്ക് ഓക്കെ ആവുന്ന ക്യാരക്ടേഴ്സ് മാത്രമാണ് ഞാൻ ചെയ്യുന്നതും. എന്നെ ചിലർ വന്ന് കമന്റ് ഇട്ടാ, അതിന് നിന്നെ ആർക്കും അറിയാം? ഇപ്പൊ ജിഷ്ണുചാന്റെ കൂടെ ആയതിനു ശേഷം എന്നെ ആരും അറിയണ്ട, അതായിരുന്നു എനിക്ക് പബ്ലിസിറ്റി ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് അധികം ഇങ്ങനെ ഫെയിം ആകുന്നതിനോടൊന്നും എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അതാണ് അത് ഒരു മിക്സ് മാച്ച് ആയിരുന്നു. കാരണം ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാരും അറിയണം എന്നുള്ളതാണ്. അന്ന് ഞാൻ കേറിയ സമയത്ത് അതൊരു ഇഷ്യൂ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഉണ്ട്. എനിക്കിപ്പോ അത് റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം ഞാൻ എന്റെ ഇൻസ്റ്റ ഒന്നും ഞാൻ അങ്ങനെ വലിയ ബൂസ്റ്റ് ചെയ്യോ, ഞാൻ സോഷ്യൽ മീഡിയ പേഴ്സൺ ആയിരുന്നില്ല. തമിഴ് സീരിയലില് മായ സീരിയല് ചെയ്യുന്ന സമയത്താണ് അതിലുള്ള കൂടുതലുള്ള കോ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് ഞാൻ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് തന്നെ എടുക്കുന്നത്. പക്ഷെ എന്താ പറയാ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റീസെന്റ് ഇപ്പം ഒരാള് ഇട്ടിരുന്നത് ഇവളുടെ കുട്ടീന്റെ ഒരു ഫോട്ടോ പോലും. ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ ഒരു ആർട്ടിസ്റ്റ്, അതിപ്പോ നീ ആൾക്കാരാണ്, ഞാൻ ആർട്ടിസ്റ്റ് ആണ്. ഇപ്പം വേറെ ഒരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്ന നമ്മുടെ ജോബാണ്. ഞാൻ അതിന് ആ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ വർക്കിന്, മനസ്സിലായോ? എന്നെ നിലനിർത്തുന്ന ഒരു ജോലി, അതിൽ കൂടുതൽ അതിൽ നിന്നൊരു ഫെയിം എടുക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്ക് എന്റെ പേഴ്സണലി ഈ പറഞ്ഞ പോലെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാ. എനിക്ക് എന്റെ പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ പോയിരുന്നു പറഞ്ഞിട്ട് ആൾക്കാരുടെ സഹതാപം വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്റെ ലൈഫ് ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, മനസ്സിലായോ? അതുപോലെ കുട്ടികളുടെ എനിക്കൊരു വിഷൻ ഉണ്ട്. ഞാൻ എപ്പോഴും ചെറിയതിലായിട്ട് ചിന്തിക്കില്ല, ദീർഘമായിട്ട് കൂടി കാണും. ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോ എങ്ങനെയായിരിക്കും. ഇപ്പൊ ഞാൻ ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കും. ഞാൻ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് 10th പാസ് മാത്രമാണ്. ഞാൻ +2 ഉണ്ടായില്ല. അതിനുശേഷം +2 എടുത്തു, ഡിഗ്രി എടുത്തു, ഇപ്പൊ LLB ചെയ്തോണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ ആണ്. അപ്പൊ അതെന്റെ ദീർഘവീക്ഷണാണ്. അഡ്വക്കേറ്റ് ആവണമെന്നാണോ? അങ്ങനല്ല, ആക്ച്വലി ജേർണലിസ്റ്റ് ആകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ അത് എനിക്ക് എന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് രണ്ടുകൂടി കൊണ്ടുപോകാൻ പറ്റൂല എന്ന് കണ്ടപ്പോ അതിന് കൂടുതൽ നമ്മളതിൽ എഫേർട്ട് ഇടണമെന്ന് മനസ്സിലായപ്പോ LLB എടുത്തതാണ്. അപ്പം അതൊരു ദീർഘവീക്ഷണമായിരുന്നു. നമുക്ക് ഇവിടെ ഒരു കരിയർ ഉണ്ടെങ്കിലും വേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാം. ലോങ് ആയിട്ട് വിഷൻ ചെയ്താലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുട്ടീന്റെ കാര്യത്തിലും അവര് വലുതായി അവരുടെ ഫോട്ടോസ് ഇഷ്ടംപോലെ എന്റെ ഗാലറിയിലുണ്ട്, എന്റെ ഫോണിലുണ്ട്. പക്ഷെ അവരെ ഞാൻ സെപ്പറേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഞാൻ വരുന്നത് ഒരു മീഡിയയിലേക്കാണെന്നുള്ളത് എനിക്കറിയാം. അവിടെ കൊണ്ടുവന്ന് ഞാൻ അവരുടെ ഒരു ഫോട്ടോ പോലും ഇട്ടിരുന്നില്ല. ഇപ്പൊ റീസെന്റ് ഞാൻ തന്നെ അത് പബ്ലിഷ് ചെയ്താണ്. ഒരു ഫോട്ടോ ഞാൻ ഇട്ടു.
അപ്പൊ തന്നെ ഇതെടുത്തോണ്ട് പോയിട്ട് യൂട്യൂബില് അമയ നായർക്ക് കുട്ടി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാമായിരുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ഞാൻ ചോദിക്കുന്നത് ഞാൻ എന്തിനാ എന്റെ കുട്ടികളെ അതിനിട്ട് കൊടുക്കുന്നത് വീഡിയോക്ക് വേണ്ടിയിട്ട്. റീസെന്റ് ഞാൻ കണ്ടൊരു കമന്റ്, ഇവൾക്ക് കുട്ടിയുണ്ട് പക്ഷെ ഇവള് കുട്ടീന്റെ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല, എന്റെ കുട്ടീന്റെ ഫോട്ടോ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ ഇട്ടില്ല എന്നിട്ട് ഞാൻ അമ്മയോ ഒരു കുട്ടി അല്ലാതാവുന്നില്ല. ഞങ്ങൾ ഭയങ്കര ടേംസിലാണ്, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ്, ഞങ്ങൾ കാണേണ്ടപ്പോ കാണുന്നുണ്ട്, മിണ്ടേണ്ടപ്പോ മിണ്ടുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഫോട്ടോ ഇട്ടിട്ട് ഒരു ഫെയിം അവരും ആഗ്രഹിക്കുന്നില്ല, അവർക്ക് ഇഷ്ടമല്ല, അവർക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ അവരായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടംപോലെ ഫോട്ടോസ് എന്റെ ഗാലറിയിലുണ്ട്. അവരായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അക്കൗണ്ട് ഒക്കെ എടുത്ത് അവരെ ചെയ്തോട്ടെ, അത് അവരുടെ ഒരു പ്രൈവസിയാണ് അല്ലേ. അങ്ങനൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ആൾക്കാര്. കുട്ടീന്റെ ഫോട്ടോ ഇടാത്തെന്താ, ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ഞാൻ ഫോട്ടോ ഇട്ടിരുന്നെങ്കിൽ സംഭവിക്കാൻ പോണ എന്താ അറിയോ, ജിഷാന്റെ കുട്ടീന്റെ ഫോട്ടോയും എന്റെ കുട്ടീന്റെ ഫോട്ടോയും കൂടി വെച്ചിട്ട് കൊളാബ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തേനെ. എന്നിട്ട് ഈ കുട്ടീന്റെ ജീവിതം ഇവള് കാരണം പോയി എന്നാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്, രാജസ്ഥാന്റെ കുട്ടീന്റെ ജീവിതം. അപ്പൊ എന്റെ കുട്ടീന്റെ ഫോട്ടോ ഉണ്ടായിരുന്ന ഈ കുട്ടികളെ വെച്ച് കൊളാബ് ചെയ്ത് ഒരു കഥ ഇറക്കിയെന്നെ. ഞാൻ ഫോട്ടോ ഇടാത്തത് കൊണ്ട് അവർക്ക് അതിനൊന്നും പറ്റുന്നില്ല. അത് ഒരു നാളെല്ലാം വന്നിട്ട് എൻ്ററിൽ കമന്റ് ചെയ്തിട്ടിരിക്കുക, എന്താ നീ ഫോട്ടോ ഇടാത്തത്, നിനക്ക് കുട്ടിയുണ്ട്, നീ ഒരു സ്നേഹമുള്ള അമ്മയല്ല, പിന്നെ ഇത്രയും കാലം ഇവരെല്ലാം സ്നേഹിച്ചോണ്ടിരുന്നു എന്റെ കുട്ടീനെ. എല്ലാവർക്കും പുറത്തുനിന്ന് ഓരോന്ന് പറയാലോ. സൗകര്യമില്ല ഞാൻ ഇടില്ല, നീ എന്താ വെച്ചാ പറയാനുള്ള പറഞ്ഞു. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടോ. അങ്ങനെ ചേട്ടൻ ചിരിച്ചു വരിച്ചത്. ചേട്ടൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരുത്തന് ചേട്ടൻ അതിൻ്റെ ഉള്ള എന്റെ വൈഫ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇയാൾക്ക് എന്റെ ഇതറിയണം, ഡീറ്റെയിൽ അറിയണം. മീൻസ് നിങ്ങൾ കല്യാണം കഴിച്ചില്ലല്ലോ, നിങ്ങൾ ലിവിങ് ടുഗദർ എന്നല്ലേ പറഞ്ഞ, കല്യാണം കഴിച്ചോ എങ്കിൽ കഴിച്ചിട്ടില്ലെങ്കിൽ പാർട്ട്ണർ എന്നാണ് പറയേണ്ടത്, കഴിച്ചാൽ മാത്രമാണ് വൈഫ് എന്ന് പറയേണ്ടത്. ഞാൻ നോർമലി ഇത് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് വിടും. ഞാൻ ഒരു ദിവസം എനിക്കിങ്ങനെ എക്സാമിന്റെ ടൈമിലാ, എനിക്ക് എക്സാം പ്രഷറും ഭ്രാന്തായിട്ടിരിക്കുമ്പോ ഇവൻ ഇങ്ങനെ രാത്രി ഫുള്ള് കമന്റ്, ഞാൻ എന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോ ഇവൻ എന്റെ ഭാര്യേന്റെ ഫോട്ടോന്റെ കൂടെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മളാ വന്നിട്ട് എന്റെ ഇതില് ഫുൾ, എന്നിട്ട് അവിടെ ഒരു ഡിസ്കഷൻ ആടി. എന്റെ കമന്റിന്റെ അടിയിൽ നീയും ഞാനും കൂടി ഇങ്ങനെ പറഞ്ഞു 47 കമന്റ് ഒക്കെ അതിന്റെ അണ്ടറിൽ കുറിക്കുക, ഞാൻ കൊടുത്തൊരു എക്സ്പ്ലനേഷന്റെ അണ്ടറിലേക്ക്. ഇവന്റെ പ്രൊഫൈലിൽ പോയി നോക്കിയപ്പോ ഇവനൊരു ചെറിയ ഇൻഫ്ലുവൻസർ, ജസ്റ്റ് കേറി വന്നോണ്ടിരിക്കണുള്ളൂ, തൃശ്ശൂർ അവിടെ ഉള്ളതാ. ഞാൻ പോയി കമന്റ് ഇട്ടു, ഇത് നിന്റെ കൊച്ചു തന്നെയാണ്, എനിക്ക് സംശയമുണ്ട്. ഞാൻ കമന്റ് ഇട്ടു. എനിക്കറിയാം എന്റെ പ്രിവിലേജ് പോകുന്നൊരു കാര്യം, പക്ഷെ കുഴപ്പമില്ല, കൊള്ളണം, എവിടെ കൊച്ച കൊള്ളും നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു നിന്റെ കൊച്ചന്നെയാണോ, എനിക്ക് നല്ല സംശയമുണ്ട്, നിന്റെ ഒരു ചായ ഈ കൊച്ചിനില്ല, ഇതൊരു DNA ടെസ്റ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ ഇത് നിന്റെ കൊച്ചാണോ. നിന്റെ അടുത്ത് നിൽക്കുന്ന പെൺനാട്ടിനോട് ചോദിക്കുന്നത് നിന്റെ കൊച്ചന്നെയാണോ, അവളെ കണ്ടിട്ടും അത് ഫീൽ ചെയ്യുന്നുണ്ട്. കൊടുത്തു ഞാൻ അവന്റെ എല്ലാ ഫോട്ടോന്റെ അടിയിലും ഞാൻ പോയി കമന്റ് ഇട്ട്. അവന്റെ ഫോട്ടോന്റെ അടിയിലൊക്കെ എല്ലാം നല്ല കമന്റ്സും നല്ല ഇതും, അവൻ ഭയങ്കര ഫാമിലി ആയിട്ട് അറിയണം അതിന്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായോ. അവസാനം അവൻ്റെ അടുത്ത് വന്നിട്ട് ഇതെല്ലാം ഇവൻ കൊളാബ് ചെയ്തൊക്കെ കുറെ പേർക്ക് TVCന്റെ ഒക്കെ അതിലൊക്കെ പോയി ഞാൻ ഇട്ടു എന്നുവെച്ചാൽ അറിയട്ടെ. എന്നിട്ട് അവന്റെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയല്ലോ, ഞാൻ പറഞ്ഞു ഈ വിളിച്ചു നിൽക്കുന്ന ടീച്ചേഴ്സ് ഒക്കെയാണ് ഇവരെ പഠിപ്പിച്ചിറക്കി വിട്ടത്, അതൊക്കെ നാടിന് ദാരിദ്ര്യം പിടിച്ച കണ്ട പെണ്ണുങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യുക, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം LLB പഠിക്കുന്ന എന്റെ അടുത്താണ് ഇവന് പറഞ്ഞു തരുന്നേ. പാർട്ട്ണർ എന്ന് പറയണം, വൈഫ് എന്ന് പറയണം എന്നൊക്കെ എനിക്കത് അറിയത്തില്ലേ. എന്റെ റൈറ്റ് ടു പ്രൈവസിയിലാണ്, എന്റെ ഫ്രീഡത്തിലാണ്, ഫണ്ടമെന്റൽ റൈറ്റിലാണ് അവൻ തലയിട്ടെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ട്. ഇവ രാവിലെ എല്ലാം കുത്തി കളഞ്ഞിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അങ്ങനെ ഇങ്ങനെ സോറി. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും കമന്റ് ഡിലീറ്റ് ചെയ്തോ ഇല്ലല്ലോ, അവൻ കമന്റ് എല്ലാം ഡിലീറ്റ് ചെയ്തില്ലേ, പിന്നല്ലാണ്ട് അവൻ അങ്ങനെ ഇട്ടിരിക്കാൻ. അപ്പൊ ഞാൻ അമ്മയെ ഡിലീറ്റ് ചെയ്തോന്നാ ഞാൻ ചോദിച്ചില്ല. അവൻ ഡിലീറ്റ് ചെയ്തില്ല, അവനെല്ലാം ഡിലീറ്റ് ചെയ്തു. അവന്റെ ഞാൻ ഇട്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് ഒക്കെ സോറി. എന്നിട്ട് അവൻ ലൈനിൽ വന്നു, ഞാൻ തിരിച്ചയക്കുമ്പോഴും അവൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അത് കേട്ടിട്ട് റെസ്പോണ്ട്, ഞാൻ എന്റെ വൈഫിനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും ക്ഷമിച്ചു തരില്ല, ഈ രാത്രി ഇങ്ങനെ 3 മണിക്കിരുന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഫോട്ടോ നോക്കി എനിക്ക് അങ്ങനെ കമന്റ് ഇടേണ്ടി വന്നൊരു ഗതികേട്. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഒരു ലോകത്തൊരു കുട്ടീനെ അങ്ങനെ, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. ആ ഫീൽ എന്താന്ന് നീ അറിഞ്ഞില്ലേ. ഇനി നീ ഒരു പെണ്ണിന്റെ ഇതിൽ പോയിട്ട് അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കണമെന്ന് മുമ്പ് ചിന്തിക്കും. ഇനി ചിന്തിക്കും അയാള്, പിന്നെ അവൻ ചിന്തിക്കും. ഞാൻ പറയില്ല അങ്ങനെ. ഓരോ സെലിബ്രിറ്റീസിന് എന്തും പറയാനൊരു ചിന്തയുണ്ട്. ചേട്ടൻ എനിക്കെന്താണ് ഞാൻ പറയാ, എനിക്ക് ഒരു ദിവസത്തേക്കുള്ള രേഖയായിരുന്നു, എന്താ ഒരു ദിവസം മുഴുവൻ അങ്ങനെ ഞാൻ തീർത്തു സന്തോഷമായിട്ടൊന്ന്.
അയാൾക്ക് കിട്ടേണ്ട കിട്ടി, ഇപ്പൊ സന്തോഷമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം അമ്മയെ ഞാൻ കാണുമ്പോഴൊക്കെ ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖമാണ്. അപ്പൊ ചിരിക്കുന്ന ഓരോ മുഖത്തിനും ഒരു കരച്ചിലിന്റെ കഥ ഉണ്ടാവും. അപ്പൊ ലൈഫിൽ ചിരിച്ച് ഭയങ്കരമായിട്ട് ചിരിച്ച് ലൈഫ് ഫ്രീ ആയി കാണുന്ന എല്ലാരും മുമ്പില് അത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവരായിരിക്കും. ഓക്കെ, ഞാൻ കണ്ടിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വുമൻസിൽ ഒരാൾ കൂടിയാണ് അമ്മയെ. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം ഞാൻ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാല് അമ്മയെ എങ്ങനെയായിരിക്കും അത് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒന്നുകൂടി ക്ലാരിറ്റി തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന കുറെ തെറ്റുകൾ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ അതുപോലെ അമ്മയെ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ലൈഫ് ഇങ്ങനെയാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാം ശരിയല്ല. ഇപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു 6 വരയ്ക്ക. 6 മനസ്സിൽ കണ്ടോ? സങ്കല്പിച്ചോ 6? അവിടെ നിന്ന് നോക്കുമ്പോ നിനക്ക് 6 എന്താ? 6 ഞാൻ 6 എഴുതി. നീ നോക്ക്, നിനക്കത് 9 അല്ലേ, എനിക്കത് 6. ഓക്കെ. അപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവിലും നോക്കുമ്പോ പലർക്കും പലതും വ്യത്യസ്തമാണ്. നമുക്കാണെങ്കിലും ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ഇത് 6 പക്ഷെ ഞാൻ അപ്പുറത്ത് വന്നിരിക്കുമ്പോ അത് 9 എനിക്ക്. ഞാനിപ്പോ നിന്റെ അടുത്ത് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യും, ഇത് 6. അപ്പൊ നീയും പറയില്ല ഇത് 9. നമ്മളുടെ രണ്ടുപേരുടെയും വിഷനിൽ നിന്ന് നോക്കുമ്പോ അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ സീറ്റ് മാറിയ ചേഞ്ച് ആയില്ല. എനിക്കിത് 6 എനിക്കത് 9 ആവും. അതുപോലെ തന്നെയാ അതിന്റെ ഏറ്റവും എന്താ പറയാ ചുരുക്കി ഞാൻ പറഞ്ഞതാ. നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് പിന്നീട് ശരിയല്ലാതാവും. അപ്പൊ നമ്മളത് റിയലൈസ് ചെയ്യാ, അതിൽ നിന്ന് ഗുണപാഠങ്ങൾ എടുക്കുക. ശരിയെന്ന് കരുതിയ കാര്യത്തില് നമുക്ക് എന്തുകൊണ്ടത് അപ്പൊ ശരിയെന്ന് തോന്നി, എന്തുകൊണ്ടത് ഇപ്പൊ ശരിയല്ലെന്ന് തോന്നുന്നു, അതിനുണ്ടായ എലമെന്റ്സ് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അങ്ങനെ ഒരു ശരികേട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, കാഴ്ചപ്പാടുകളുടെ പ്രശ്നം കൂടി ഉണ്ട് അതിൽ. ഉണ്ട്, കാഴ്ചപ്പാട് മാറും. ഇപ്പൊ ജിഷ്ണാണ് തന്നെ ഞാൻ ചെയ്തു കൊടുത്ത, സിമ്പിൾ ആയിട്ട് ചെയ്തു കൊടുത്ത ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഒരാളെ. അവരുടെ കാഴ്ചപ്പാട് മാറ്റിയിട്ട് കൊടുക്കുക. ലൈറ്റ് ആയിട്ട് അവര് ചിന്തിച്ചു വെച്ചിരുന്ന കുറെ പൊട്ടത്തരങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ശരി. ഫോർ എക്സാമ്പിൾ, ആണുങ്ങളായാല് കരയാൻ പാടില്ല. ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാനും മോളെ സപ്പോർട്ട് ചെയ്തും ബിഗ് ബോസിലെ ഒരു ഇഷ്യൂ വന്നപ്പോ സംസാരിച്ച ഒരു കാര്യമാണ്. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, കരയുന്നവരൊക്കെ വീക്കാണെന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് വന്നിട്ട് കരയാതെ മസിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീനെയാണ് എല്ലാരും അവരെന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് മണ്ടത്തരങ്ങൾ അതിനകത്ത് കാണിച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കരയുന്നില്ലാത്തത് കൊണ്ട് മാത്രം അവര് ഭയങ്കര എന്താ പറയാ ഭയങ്കര ബോസി ആയിട്ടുള്ള ഇത് കൊടുത്തു. അങ്ങനല്ല, കരയുന്നത് നമ്മുടെ ഒരു ഇമോഷനാണ്. എല്ലാ ഇമോഷൻസും ഉള്ളൊരു അതിലൊരു സ്ട്രോങ് ഇമോഷനാണ് കരയുക എന്ന് പറയുന്നത്. ശരിക്കും നമ്മളൊരു സൈക്കോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയാൽ നമുക്കൊരു വിഷമം വന്നാൽ അവര് പറയുന്നത് നിങ്ങൾ പിടിച്ചു വെക്കരുത്, കരയാൻ തോന്നോ കരയ്, ചിരിക്കാൻ തോന്നോ ചിരിക്കുന്ന അവര് പറയുന്നത്. നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കരുത്. നമ്മുടെ ഇമോഷൻസിനെ പിടിച്ചു വെക്കുന്നതോറും നമ്മൾ വീക്കാവും മെന്റലി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും. പിന്നെ എങ്ങനെയാണ് ഈ ചിരിക്കാൻ തോന്നുമ്പോ ചിരിക്കാതെ, അല്ലെങ്കിൽ കരയാണ്ട സാഹചര്യം ഉണ്ടായാലും കരയാതെ പിടിച്ചു നിൽക്കുന്നവരൊക്കെ ഭയങ്കര ലെജൻഡാന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. സൈക്കോളജിയിൽ അടുത്തും അങ്ങനെ പറയുന്നില്ല. അവര് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ ഫ്രീ ആക്കി വിടാൻ, ബൺ ചെയ്ത് വിടാനാ പറയുന്നത്, അതിനെ പിടിച്ചു വെക്കരുതെന്നാ പറയുന്നത്. ഓക്കെ, എനിക്ക് അമ്മയെന്ന് ഒരുപാട് പഠിക്കാനുണ്ട്, വായിക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനത്തെ ബുക്സ് വായിക്കും. ബുക്സ് ഒക്കെ തന്നെ ഞാൻ ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു എന്റെ ഒഫീഷ്യൽ ആവശ്യത്തിന്. അപ്പൊ എനിക്ക് എയർപോർട്ടിൽ ഒരു 3 to 4 hours എനിക്ക് ഇത് കിട്ടി. അപ്പൊ തന്നെ ഞാൻ അതിനകത്ത് കയറിയിട്ട് ഒരു ബുക്ക് സെലക്ട് ചെയ്തു. ചാനലിൽ ഞാൻ പറഞ്ഞു ഞാൻ ഈ ബുക്ക് വാങ്ങുകയാണ്. വാങ്ങിച്ചോ, എനിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷോർട്ടായിട്ട് ലൈഫിനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ബുക്സുകളും അല്ലെങ്കിൽ ലൈഫിലേക്ക് നമുക്ക് ആവശ്യമുള്ള ടിപ്സ് തരുന്ന ബുക്സുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായിക്കും. വായിച്ചിട്ട് അതിൽ നിന്ന് പലരും ചെയ്യണ എന്താ വെച്ചാ ഗുണപാഠം വായിച്ച് മനസ്സിലാക്കി അങ്ങ് വിടും. പക്ഷെ വിടരുത്, നമ്മൾ അപ്ലൈ ചെയ്ത് കൂടി നോക്കണം ലൈഫിൽ. അപ്പോഴാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം നിനക്ക് റിലേഷൻഷിപ്പുള്ള ആളാണെങ്കിൽ നീ ആ പാറ്റേൺ യൂസ് ചെയ്യണം. ഞാൻ പറഞ്ഞതിലൊരു പാറ്റേൺ, അതായത് എല്ലാ ഇപ്പൊ മിക്സി ആണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ ഒരു പാറ്റേൺ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ഒരു ബുക്ക് കിട്ടുന്നില്ലേ, ആ ബുക്ക് വായിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് തന്നെ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോഴത് വർക്കിംഗ് ആവുള്ളൂ കറക്റ്റ് ആയിട്ട്. അല്ലാണ്ട് അത് വാങ്ങിച്ച് നമ്മൾ ബട്ടർഫ്ലൈന്റെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് ഗോദ്രേജിന്റെ ബുക്ക് വായിച്ച് പഠിച്ചിട്ട് വർക്ക് ചെയ്ത് വർക്ക്ഔട്ട് ആവില്ല. മനുഷ്യർക്കും ഉണ്ടൊരു പാറ്റേൺ, അവരുടെ പാറ്റേൺ പഠിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അവരെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. ചോദിച്ചോ, പക്ഷേ അല്ല അതല്ലാണ്ട് ചോദിക്കാം നമുക്ക്. അതല്ലാണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പം ടൈം ലിമിറ്റ്സ് കാരണം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യാണ്.
അമയ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത്രയും കാര്യങ്ങളും ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.